വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ ഗുരുജി ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്നലെ നമ്മൾ ഈ വീഡിയോ ഇടാത്ത ദിവസങ്ങളിലെല്ലാം ടെലഗ്രാം ചാനലുണ്ട്. അതിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്, കാശൊന്നും കൊടുക്കണ്ട. അതിനകത്ത് ലൈവ് ഒബ്സർവേഷൻ നമ്മൾ കൊടുക്കുന്നതാണ്, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇന്നലെ ടെലഗ്രാം ചാനലിൽ രാവിലെ തന്നെ ഒരു PEക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ഇന്നലത്തെ ഈ ഫസ്റ്റ് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലുണ്ടല്ലോ, ഈ ക്യാൻഡലിൻ്റെ ലോ വന്നിട്ട് വീക്കാണ്. അതിനകത്ത് വീക്കർ ഹാൻഡ്സ് എന്ന് പറയും മാർക്കറ്റ് പ്രൊഫൈലിൽ. അപ്പോൾ അതൊരു വീക്കാണ്. അത് എന്താ പറയുക, അത് ആവശ്യമില്ലാതെ ഇത്രയും ഒരു അപ്പ് മൂവ് ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് കുത്തനെ ഉള്ള ഒരു കയറ്റത്തിലാണ് ബാങ്ക് നിഫ്റ്റി സ്പോട്ടും ഫ്യൂച്ചറും. അപ്പം ഇതെങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ ലൈവിൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അപ്പോൾ ഏത് സൈഡിലോട്ട് നമ്മൾ മാറ്റിപ്പിടിക്കണം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ടെലഗ്രാമിൽ ഇന്നലെ ക്ലിയറായിട്ട് പറഞ്ഞു, രാവിലെ ഒരു PE ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നു. അതിനുശേഷം 11 മണിയായപ്പോൾ ക്ലിയറായിട്ട് 11-11:30 ആയപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ ക്ലിയറായിട്ട് മെസ്സേജ് കൊടുത്തു, PEയുടെ ഓപ്പർച്യൂണിറ്റി റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PEയുടെ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്താ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഓപ്ഷൻ ബയറായിട്ട് CEയുടെ ഓപ്പർച്യൂണിറ്റി അല്ലേ. സോ അത് കൊടുത്തതിന് ശേഷമുള്ള ഒരു കയറ്റമാണ് എക്സാക്ട്ലി ഈ 1 മണി മുതൽ പിന്നെ ഈ 2:15 വരെ, ഓൾമോസ്റ്റ് 1 മണിക്കൂർ കൂടുതൽ ഈ ഒരു അപ്പ് മൂവ് നമുക്ക് ഇന്നലെ കാണാൻ പറ്റി. മുകളിലോട്ടുള്ള ഒരു അപ്പ് മൂവ് നമുക്ക് കാണാൻ പറ്റി. സോ ഇത് നമ്മൾ ക്ലിയറായിട്ട് ഇന്നലെ ലെവൽ കൊടുത്തിരുന്നു. എന്നിട്ട് ലെവലിൽ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ 53,800 ആ സംതിങ് ലെവലിന് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ടും കൂടെ നമുക്ക് PE ഓപ്പർച്യൂണിറ്റി റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു. അപ്പോൾ PE ഓപ്പർച്യൂണിറ്റി റെഡ്യൂസ് ആണെങ്കിൽ നമ്മൾ CEയിലാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ലെവലൊക്കെ ഇന്ന് നോക്കി വയ്ക്കുക. ഈ ലെവലൊക്കെ നോക്കിയിട്ട് മുകളിലോട്ട്, അതായത് 54,370 ടൈം ബീയിങ് ഒരു റെസിസ്റ്റൻ്റ് ആണ്. താഴോട്ടാണെങ്കിൽ 53,730. ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ഇന്നലത്തെ ഈ ദിവസത്തിനകത്ത് ഓപ്പൺ ആവുകയോ ആണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. ഈ ലെവലൊക്കെ നല്ല പക്കായിട്ട് വർക്ക് ചെയ്യും. 54,370 അവിടെയൊക്കെ മാർക്കറ്റ് താഴെ നിന്ന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ പോകുന്നു എന്നുണ്ടെങ്കിൽ അതൊരു റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. അവിടെ നിന്നൊരു PEക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. അല്ല, അവിടെ അതിൻ്റെ താഴെയാണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിലും അതൊരു റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. താഴെയാണെന്നുണ്ടെങ്കിൽ 53,730 ഒരു സപ്പോർട്ടാണ് ഇന്നത്തെ ദിവസത്തിന്. സോ ഈ ലെവലൊക്കെ നോക്കി വെച്ചതിന് ശേഷം നിങ്ങളെ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.